കോസ്റ്റിംഗ് എത്രയാണ്? ആ ഒരു മെഷീൻ 1.5 ലാഖിന്റെയാണ്. ഓക്കെ. പിന്നെ ഈ മെഷീൻ ഇതില് ഷേക്ക്, കോൾഡ് കോഫി, പിന്നെ പലതരത്തിലുള്ള ബിവറേജസ്, കൂൾ ബിവറേജസ് എല്ലാം ഉണ്ടാക്കാം. ഈ മെഷീൻ 1.9 lakhs ആണ് വരുന്നത്. ഓക്കെ. ദിസ് മെഷീൻ ഫോർ പാക്ക് സ്നാക്സ്. ഇതിൽ ഹോട്ട് എയർ ബ്ലോർ ഘടിപ്പിച്ചിട്ടുണ്ട്. അത് ഏതെങ്കിലും കോർപ്പറേറ്റ് കമ്പനിയിൽ ലഞ്ച് ടൈമിലോ ബ്രേക്ക്ഫാസ്റ്റ് ടൈമിലോ ഒരു 2-2.5 മണിക്കൂറൊക്കെ ഇതങ്ങ് അടിച്ചു പൊളിക്കും ആ സമയത്ത്. സർ, ഫസ്റ്റ് ഓഫ് ഓൾ പറഞ്ഞു തരേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ പാനിപൂരി മെഷീൻസ് ഒക്കെ എങ്ങനെയാ വർക്ക് ചെയ്യുന്നത്, അത് കഴിക്കാൻ കൂടി തന്നാലേ ഞങ്ങൾക്ക് മനസ്സിലാവും. Of course, please come. So let's go. Yeah. This is UA. Yeah. I am going to order. ഞാനിപ്പോ ഇത് സെലക്ട് ചെയ്തു. Yeah. എനിക്കിപ്പോ ഒരു പാനിപ്പൂരി വേണം. ഓക്കെ, ചോക്ലേറ്റ് പാനിപൂരി ഉണ്ട്, മസാലയുണ്ട്. സാധാരണ ടൈപ്പും ഉണ്ട്. Yeah. അപ്പോൾ ഞാനിത് ഈ ഒന്ന് സെലക്ട് ചെയ്യുന്നു. ഇപ്പൊ മൾട്ടിപ്പിൾ വേണമെങ്കിൽ അങ്ങനെ സെലക്ട് ചെയ്യാം. ജസ്റ്റ് ഷോ യു. 40 രൂപയുടെ. അപ്പോൾ ഉടനെ 40 രൂപയുടെ QR കോഡ് ഷോ ആവും. സോ ഡയറക്ട്ലി ടു ദ QR കോഡ്. അപ്പോൾ ഞാൻ എൻ്റെ UPI ആപ്പ് Thank you for the ഉപയോഗിക്കുന്നു. treat. Now I'll pay. ഇതിലിങ്ങനെ പേ ആവുന്ന സമയത്ത് Yeah. ഇതിലാക്കി അങ്ങനെ ഏത് ഫ്ലേവർ ആണോ വേണ്ടത് അതെടുക്കാം. കറക്റ്റ്. This is അതെ, സെൻസർ ആണ്. sensor. Oh, nice. ഇതെല്ലാം ഓൾറെഡി സെറ്റ് ആണ്. ദാറ്റ്സ് മച്ച് ക്വാണ്ടിറ്റി ഓൺലി ഡിസ്പേഴ്സ്. Oh, very nice. Okay. Now it's a real test, no? യെസ്. Not bad at all. My fellow Titans should try this hygiene pani puri. Please come. Vending machine ഉണ്ടാക്കിയതാണ്. പ്ലീസ്. We love to go around the world and vend things from the machine. കൊള്ളാം, കണ്ടിട്ട് അടിപൊളിയാണെന്ന് തോന്നുന്നു. പാനിപ്പൂരി മുകളിൽ നിന്ന് താഴേക്ക് വരികയാണോ അതോ ആൾറെഡി ട്രെയിൽ തന്നെ ഉള്ളതാണോ? അല്ല, ഇത് വെറും ഷോയ്ക്ക് ഓ, വേണ്ടിയാണ്. ഷോയ്ക്കാണല്ലേ? അതെ, അകത്ത് എല്ലാം കറക്റ്റ് ആയിട്ട് പ്ലേറ്റിൽ വരുന്ന പോലെ എല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട്. But the filling is getting done there. Huh? ഫില്ലിംഗ് ഇസ് ഗെറ്റിംഗ് ഡൺ. ഈ മെഷീന് ഒരു തവണ 100 പ്ലേറ്റിന് കപ്പാസിറ്റി ഉള്ളതാണ്. ക്വാണ്ടിറ്റി മാനുഫാക്ചർ. നിങ്ങളുടെ ഈ ഫാക്ടറി ഉണ്ടല്ലോ, അത് ഏത് സൈസിലെ ഫാക്ടറിയാ? ഇപ്പോ 5000 സ്ക്വയർ ഫീറ്റിലാണ്. 5000 സ്ക്വയർ ഫീറ്റിൽ നിങ്ങളുടെ പ്രൊഡക്ഷൻ കപ്പാസിറ്റി എത്രയാണ്? എത്ര വർക്കേഴ്സ് നിങ്ങളുടെ കൂടെയുണ്ട്? ഇപ്പോ പറയുകയാണെങ്കിൽ എന്റെ ഫാക്ടറിയിൽ ഒരു 19 പേരാണുള്ളത്. ഔട്ട് ഓഫ് 19, 11 ആർ എഞ്ചിനീയേഴ്സ്. ബാക്കിയെല്ലാം പ്രൊഡക്ഷൻ ലൈനാണ്. ഓക്കെ, അപ്പോൾ ടോട്ടലായിട്ട് എത്ര മെഷീന്റെ കപ്പാസിറ്റി ഉണ്ട് ഒരു മാസത്തെ കണക്കിൽ? മന്ത്ലി ഒരു 50 മെഷീൻസ് ഒക്കെ ഇറക്കാം. ഇതുവരെ ഇപ്പോൾ ഞങ്ങൾ ഇത്രയും പ്രൊഡക്ഷൻ ഒന്നും ചെയ്തിട്ടില്ല. മന്ത്ലി ഒരു 10-12 മെഷീനെ ഇറക്കുന്നുണ്ടായിരുന്നുള്ളൂ. പക്ഷേ ഇപ്പോൾ അടുത്തായിട്ട് 40 to 50 മെഷീന്റെ പ്രൊഡക്ഷൻ കപ്പാസിറ്റി ആയിട്ടുണ്ട്. മന്ത്ലി അല്ലേ? അതെ, മാസത്തിൽ. അപ്പോൾ 10 to 12 ലക്ഷം വരെയുള്ള ടേൺ ഓവർ ഒരു മാസത്തിൽ കണക്കാക്കാം, അങ്ങനെയല്ലേ? 18-19 എംപ്ലോയീസ്, അവരുടെ സാലറി ജസ്റ്റ് ഒന്ന് ബ്രേക്ക് ചെയ്ത് പറയുകയാണെങ്കിൽ ഒരു മാസത്തെ ചെലവ് എങ്ങനെയാണ്? ഇപ്പൊ നമ്മുടെ റെന്റ്, അതായത് പുതിയ ഫാക്ടറിയുടെ റെന്റ് തുടങ്ങിയിട്ടുണ്ട്. സാലറീസും ഉണ്ട്. അതായത് പെർസെന്റേജ് വൈസ് ബ്രേക്ക് പറഞ്ഞാലും മതി. എത്ര വരും സാലറി? ഇപ്പൊ എത്ര പെർസെന്റേജാ? അതായത് ഈ ചെലവുകളൊക്കെ കഴിച്ച് ഞങ്ങളുടെ കയ്യിൽ ഏകദേശം ഒരു 30 to 40% ഉണ്ടാവും. Net margin. അതെ, നെറ്റ് എല്ലാം കഴിഞ്ഞിട്ട് 40%. യെസ് സർ. അങ്ങനെ ഇപ്പൊ ഏത് കച്ചവടം ഉള്ളത്?